വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സമയത്തും ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രയാസം വരുമ്പോഴും നിരാശ വരുമ്പോഴും ഒക്കെ ആ കരം നമ്മുടെ സഹായത്തിനായി നമ്മോട് കൂടെയുണ്ട്. എല്ലാ വഴികളും അടയുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു വഴി തുറന്നു തരുന്ന ഒരു കരമാണത്. നമ്മെ കൈവിടാത്ത ഒരു കരമാണ്. ഏതൊരാവശ്യത്തിൻ്റെ മുഖത്തും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു കരമാണത്. സഹായം ലഭിക്കുന്ന ഒരു കരം തന്നെയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു സംഭവം ഇത്തരുണത്തിൽ വളരെയേറെ ശ്രദ്ധേയമാണ്. ഇസ്രായേലിൽ ആഹാബ് രാജാവ് ഭരിക്കുന്നതായ സമയം ആഹാബ് ദൈവത്തെ കോപിപ്പിച്ച് യഹോവയായ ദൈവത്തിന് വിരോധമായി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചിരിക്കുന്നതായൊരു സമയം. തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികമായി ദോഷം പ്രവർത്തിച്ചിരിക്കുന്നതായ ഒരു സമയം. യെരിഹോവിനെ സംബന്ധിച്ചുള്ളതായ ഒരു ന്യായവിധി ദൈവം നടപ്പിൽ വരുത്തിയതായ ഒരു സമയം. യെരിഹോവിനെ സംബന്ധിച്ചുള്ള ന്യായവിധി എന്ന് പറയുമ്പോൾ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ യെരിഹോവിനെ തകർക്കുന്ന സമയത്ത് യോശുവ ഒരു ശപഥം ചെയ്തിരുന്നു. ഈ പട്ടണത്തെ പുതുക്കിപ്പണിയുന്ന വ്യക്തി ശപിക്കപ്പെട്ടവൻ. ഇതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകനും പടിവാതിൽ വയ്ക്കുമ്പോൾ ഇളയ മകനും നഷ്ടം വരും എന്ന് വലിയവനായ ദൈവം യോശുവ മുഖാന്തരം അരുളി ചെയ്തിരുന്നു. ആ ശപഥം നിറവേറിയത് ഈ കാലഘട്ടത്തിലാണ്, ആഹാബ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ. അതാണ് നാം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അവൻ്റെ കാലത്ത് ബേഥേല്യനായ ഹീയേൽ യെരിഹോ പണിതു. യഹോവ നൂൻ്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ശെഗൂബു എന്ന ഇളയ മകനും നഷ്ടം വന്നു. ദീർഘവർഷങ്ങൾക്ക് മുൻപ് യോശുവ ദൈവാത്മപ്രേരിതനായി ചെയ്തതായ ശപഥം ദൈവത്തോട് ദോഷം പ്രവർത്തിച്ച ആഹാബ് രാജാവിൻ്റെ കാലത്ത് നിറവേറിയതായിട്ടാണ് നാം ഇവിടെ വായിക്കുന്നത്. അങ്ങനെയുള്ള ആഹാബ് രാജാവിൻ്റെ കാലത്ത് അതിഭയാനകമായ ക്ഷാമം ദേശത്തെ ബാധിക്കുകയാണ്. തോടുകളും കുളങ്ങളും വെള്ളത്തിൻ്റെ എല്ലാ സ്രോതസ്സുകളും വറ്റി വരണ്ടപ്പോൾ ആളുകളുടെ കയ്യിലുള്ള ആഹാര സാധനങ്ങളെല്ലാം തീർന്നു. അതീവ ഗുരുതരമായ ക്ഷാമത്തിലേക്ക് പോകുന്നു. ഭക്ഷണ സാധനങ്ങളില്ലാതെ മനുഷ്യർ നെട്ടോട്ടമോടുന്നു. ഈ സമയത്താണ് സീദോനോട് ചേർന്നുള്ള സാരെഫാത്തിലെ ഒരു വിധവയായ സഹോദരി അവസാനമായി കലത്തിൽ ശേഷിച്ചിരിക്കുന്ന അല്പം മാവും തുരുത്തിയിലെ അല്പം എണ്ണയും കൊണ്ട് തനിക്കും തൻ്റെ മകനും വേണ്ടി അപ്പമുണ്ടാക്കി കഴിച്ചതിന് ശേഷം മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതായ ഒരു സമയം. മകൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള മകനാണ്. കാരണം ഈ 17-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവനെ മടിയിൽ അവൾ കിടത്തിയിരുന്നു എന്നാണ്. അതുകൊണ്ട് മടിയിൽ കിടത്തുവാൻ തക്കവണ്ണം മാത്രം പ്രായമുള്ള ഒരു ചെറിയ ബാലനായിരിക്കാം ആ കുഞ്ഞ് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. വാസ്തവത്തിൽ ഇത് സങ്കടകരമായ ഒരു സാഹചര്യമാണ്. കാരണം ഭക്ഷണം തീരുന്നു, ഇനി മുൻപോട്ട് ജീവിക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ല. അവസാനമായി കലത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഒരു പിടി മാവ് കൊണ്ട് അപ്പമുണ്ടാക്കി കഴിച്ചിട്ട് മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നത് എത്രയോ ഭയാനകമായ ഒരു സാഹചര്യമാണ്. അങ്ങനെ എല്ലാ പ്രൊവിഷനും തീരുകയാണ്. എല്ലാം തീരുന്നതിൻ്റെ അവസാന ദിവസം ആ സാധു സഹോദരി ചെയ്തതെന്താണ്? പട്ടണവാതിൽക്കലേക്ക് ചെല്ലുകയാണ്. എന്തിനാണ് പട്ടണവാതിൽക്കലേക്ക് ചെല്ലുന്നത്? 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ പട്ടണവാതിൽക്കൽ അവൾ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എലിയാവ് പ്രവാചകൻ അവിടേക്ക് ചെല്ലുമ്പോൾ അവർ വിറക് പെറുക്കുകയായിരുന്നു. എന്നാൽ ഞാൻ മറ്റൊരു തലത്തിൽ കൂടെ ചിന്തിക്കുകയാണ്. കാരണം പഴയ നിയമകാലത്ത് പട്ടണവാതിൽക്കൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഭരണാധികാരികൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഈ പട്ടണത്തിലുള്ളതായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നത് പട്ടണവാതിൽക്കൽ വെച്ചാണ്. പട്ടണവാതിൽക്കൽ ആ പട്ടണത്തിലെ മൂപ്പന്മാരായിട്ടുള്ള ആളുകളെയും വീണ്ടെടുപ്പുകാരെയും എല്ലാം അവിടെ വിളിച്ചു കൂട്ടിയിരുത്തി അവിടെ വെച്ചാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് പട്ടണത്തെ സംബന്ധിച്ചുള്ള ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പട്ടണവാതിൽക്കൽ വെച്ചായിരുന്നു. ഇതേ കാര്യം തന്നെയാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എന്നെഴുതിയിട്ടുണ്ട്. അവിടെയും ഇതേ കാര്യം തന്നെ ആയിരിക്കാം സംഭവിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. അതായത് പട്ടണത്തിൻ്റെ ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തിരുന്നതായ സ്ഥാനമാണ് പട്ടണവാതിൽക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിധവയായ ഈ സാധു സഹോദരി ഇങ്ങനെ വിചാരിച്ചു കാണണം,
അവസാനമായി കലത്തിലുള്ളതായ ഒരു പിടി മാവും തുരുത്തിയിലെ അല്പം എണ്ണയും കൊണ്ട് തനിക്കും മകനും വേണ്ടി അപ്പമുണ്ടാക്കി കഴിച്ചിട്ട് മരിക്കുവാനിരിക്കുന്ന ഈ അവസാന നിമിഷത്തിൽ ഒരു ശ്രമം കൂടെ നടത്തി. ഒരു പക്ഷെങ്കിൽ പട്ടണവാതിൽക്കൽ ചെല്ലുകയാണെങ്കിൽ അവിടെയുള്ള ഈ പട്ടണത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഭരണാധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ട് അവസാനമായി ഭക്ഷണം കിട്ടുന്നതിനുള്ള ഒരു ശ്രമം കൂടെ നടത്തി നോക്കാം എന്ന് വിചാരിച്ചായിരിക്കാം ആ സ്ത്രീ അവിടേക്ക് പോയത്, അവിടെ നിന്ന് വിറക് പെറുക്കുവാനായി ചെന്നത് എന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ അവളുടെ ശ്രമം വിഫലമായി, പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. അവിടെ നിന്ന് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ വളരെ നിരാശയോടുകൂടെ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാതാവിനെയാണ് നാം അവിടെ കാണുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയം വളരെയേറെ വിലപ്പെട്ടതാണ്. എല്ലാ സഹായങ്ങളും അസ്തമിക്കുമ്പോൾ, എല്ലാ വഴികളും അടയുമ്പോൾ, മുൻപോട്ട് ഒരു ചുവട് വയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ ഏറ്റവും വലിയ നിരാശയിലേക്ക് പോകുന്നതായ സമയം. നാം പുതിയ നിയമത്തിൻ്റെ പല ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതേ നിലയിൽ എല്ലാ പ്രതീക്ഷകളും അറ്റുപോയവരുടെ അവസാന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു അവരുടെ അരികിലേക്ക് ചെന്ന് അവരെ അത്ഭുതകരമായി സഹായിച്ചതായി നാം വായിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ വചനം ചിന്തിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പ്രിയ സഹോദര സഹോദരി, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ നീ അതിഭയാനകമായ നിരാശയിലേക്ക് ആണ്ടുപോകുന്നു എന്ന് കരുതുന്നതായ സമയത്ത് നിന്റെ അരികിലേക്ക് വരുന്ന, നിന്നെ സഹായിക്കുന്ന ഒരു കരമുണ്ട്. അത് അത്ഭുതാവഹമായ സഹായമാണ്, ഉയരത്തിൽ നിന്നുള്ളതായ സഹായമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് പേര് നിരാശാബാധിതരായി ആത്മഹത്യകൾ ചെയ്തു. കൊച്ചു കുഞ്ഞുങ്ങളുമായി ആത്മഹത്യകൾ ചെയ്തവർ വരെയുണ്ട്. അതേ സംബന്ധിച്ച് വളരെ നടുക്കുന്ന ഓർമ്മകളാണ് നമുക്കുള്ളത്. എന്നാൽ ദൈവവചനം പറയുകയാണ്, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടതായി വരുന്നില്ല. കാരണം നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുൻപാകെ നീ തനിയെയല്ല, നിന്നെ സഹായിക്കുന്ന ഒരു കരം നിന്റെ അരികിലേക്ക് വരുന്നു. അത് അത്ഭുതാവഹമായ സഹായമാണ്, ഉയരത്തിൽ നിന്നുള്ളതായ സഹായമാണ്. സാരഫാത്തിൽ ക്ഷാമം വർദ്ധിച്ച് മറ്റൊരു വഴിയുമില്ലാതെ അവസാനമായി കലത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഒരു പിടി മാവും തുരുത്തിയിലെ അല്പം എണ്ണയും കൊണ്ട് തനിക്കും തൻ്റെ കൊച്ചുമകനും അപ്പമുണ്ടാക്കി കഴിച്ച് മരിക്കാൻ തുടങ്ങുന്ന ആ സാധു സഹോദരിയുടെ അരികിലേക്ക് വലിയവനായ ദൈവം ആരെയാണ് അയക്കുന്നത്? പ്രവാചകനായ ഏലിയാവിനെ അയക്കുകയാണ്. ഏലിയാവിനോട് ദൈവം പറഞ്ഞത് എന്താണ്? നീ സീദോനോട് ചേർന്ന സാരഫാത്തിലേക്ക് ചെല്ലുക, നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഏലിയാവ് അവിടെ വരുമ്പോൾ കാണുന്നത് എന്താണ്? പരമദരിദ്രയായ, കയ്യിലൊന്നുമില്ലാത്ത, അവസാനത്തെ അപ്പവും ഉണ്ടാക്കി കഴിച്ചിട്ട് മരിക്കാനിരിക്കുന്ന ഒരു വിധവയായ സഹോദരിയെ കാണുകയാണ്. ഏലിയാവിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവത്തോട് ചെന്ന് പരാതി പറയുമായിരുന്നു, കർത്താവേ, ഒന്നുമില്ലാത്ത ഇവരുടെ അരികിലേക്കാണോ എന്നെ അയച്ചത്? അവർ തന്നെ മരിക്കാനിരിക്കുകയാണ്, പിന്നെ അവരെന്നെ എങ്ങനെയാണ് പുലർത്തുന്നത് എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കുമായിരുന്നു. പക്ഷേ ഏലിയാവിന് മനസ്സിലായി, ദൈവം ആ സഹോദരിയോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പുലർത്തുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി കൊടുക്കും എന്നുള്ള അത്ഭുതകരമായ വിവരം. ഈ അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഏലിയാവ് ആ സഹോദരിയോട് പറയുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ്. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാചകം നാം വായിക്കുന്നത്, അവൾ ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നാണ്. അതുകൊണ്ട് ദൈവം ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ അവളുടെ കലത്തിലെ മാവ് തീർന്നു പോകാതെ, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ അത്ഭുതകരമായി അവളെയും അവൾക്കുള്ള സകലരെയും ദൈവം പോറ്റി പുലർത്തി. ഇന്നത്തെ രീതിയിലാണെങ്കിൽ നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം, ആ സഹോദരിയും മകനും ആദ്യമായി അപ്പമുണ്ടാക്കി കഴിച്ചതിന് ശേഷം ഒരു പക്ഷെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ പ്രവാചകന് കൊടുക്കുമായിരുന്നു. പക്ഷേ ആ സഹോദരി അങ്ങനെയല്ല അന്ന് ചെയ്തത്. കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിന് 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, ഈ കാര്യങ്ങൾ വലിയവനായ ദൈവം നമുക്ക് നൽകി തരുന്നു. ആർക്കാണ് നൽകി കൊടുക്കുന്നത്? മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണത്. അതായത് ജീവിതത്തിലെ പ്രഥമ സ്ഥാനം കർത്താവിന് നൽകുന്നു. കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള എന്തും ജീവിതത്തിൽ. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്
ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് നിറവേറ്റി കൊടുക്കുന്നു. ഇന്ന് രാവിലെ ഈ സാരഫാത്തിലെ വിധവയെപ്പോലെ എല്ലാ വഴികളും അടഞ്ഞു, ഇനി ഒന്നും കയ്യിലില്ല എന്നൊക്കെ വിചാരിച്ച് വല്ലാതെ നിരാശയിലാണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുകയാണ്, മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക, എല്ലാം കർത്താവിൽ സമർപ്പിക്കുക, കർത്താവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുക. കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുവാൻ നമുക്ക് അനുവാദമുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അരികിൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ചു കഴിയുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ അയക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റിത്തരികയും ചെയ്യും. അത്ഭുതകരമായൊരു വഴി നമുക്ക് വേണ്ടി തുറന്നു തരും. സാരഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് തീർന്നു പോകാതെ, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ, ഭൂമിയിൽ ദൈവം മഴ പെയ്യ്ക്കുന്ന നാളോളം അവരെ പോറ്റി പുലർത്തിയതുപോലെ നമ്മെ പുലർത്തുവാൻ ശക്തനായ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ അരികിലുണ്ട്. ആ കർത്താവിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ ചെല്ലാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജീവിതത്തിലെ നിരാശ ബാധിച്ച് വഴികളെല്ലാം അടഞ്ഞു എന്ന് വിചാരിച്ച്, എല്ലാം അസ്തമിച്ചു, ഇനി രക്ഷയില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്ന സമയത്ത് അത്ഭുതകരമായ വഴികളെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകുന്ന അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ആരെങ്കിലും കർത്താവെ ഞങ്ങൾ ചിന്തിച്ചതുപോലെ നിരാശാബാധിതരായി തീർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അത്ഭുതകരമായൊരു വഴിയെ തുറന്നു കൊടുത്ത് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. കലശത്തിൽ